ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കോടതിയിൽ വാദം നടക്കുകയാണ്. അപ്പോൾ പ്രതിഭാഗവും വാദിഭാഗവും എല്ലാം കൂടി ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണേലും ശ്യാം സാറിന് ഒരു ജാമ്യം കിട്ടുന്ന ഒരു ലക്ഷണമൊന്നും കണ്ടില്ല. അപ്പോഴത്തേനും ഈ വക്കീൽ ധർമ്മൻ ചോദിക്കുകയാണ്, ശ്യാം സാറിന് എന്തിനാണ് നമ്മുടെ ധ്രുവനെ കാണാൻ ധൃതി കാണിച്ചത്? തൊട്ടടുത്ത ദിവസം പകൽ സമയത്ത് മറ്റെവിടെയെങ്കിലും വച്ച് അത് അന്നേരം കണ്ടാൽ പോരായിരുന്നോ? അന്നേരം എന്താ കുഴപ്പം? അതിനർത്ഥം പ്രതിയെല്ലാം നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു എന്ന് തന്നെയാണ് യുവർ ഓണർ. അങ്ങനെയല്ല സംഭവിച്ചതെങ്കിൽ ഇനി അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷികൾ വേണം. ഉണ്ടോ? പറ. ഡിഫൻസിന് അങ്ങനെ ഏതെങ്കിലും സാക്ഷിയെ ഹാജരാക്കാനുണ്ടോ? ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹർഷൻ ഇങ്ങനെ മിണ്ടാതെ കുറേ നേരം ഇരുന്നു. അതിനുശേഷം ഹർഷൻ എഴുന്നേറ്റ് നേരെ അങ്ങോട്ടേക്ക് വരികയാണ്. മൈ ലോർഡ്, എൻ്റെ പ്രതിഭാഗം വക്കീൽ ചോദിക്കുന്നത് നമ്മുടെ സാക്ഷിയെയും അതുപോലെ തന്നെയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ നിരാശപ്പെടുത്തുന്നില്ല. ദൃക്സാക്ഷി ഒരാളുണ്ടായാൽ മതിയല്ലോ. എൻ്റെ കക്ഷി ശ്യാമപ്രസാദ് കോടതിയിൽ നൽകിയ മൊഴി സത്യമായെന്ന് തെളിയിക്കുന്ന ഒരു സാക്ഷി, ഒരേ ഒരു സാക്ഷിയുണ്ട് യുവർ ഓണർ എന്ന് പറഞ്ഞു. ദൃക്സാക്ഷി, അതാണ് ദൃക്സാക്ഷി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി. അന്ന് രാത്രിയിൽ നടന്ന സംഭവങ്ങളുടെ ഒക്കെ ദൃക്സാക്ഷിയാണ് അദ്ദേഹം. ആ സാക്ഷിയെ ഈ കോടതി മുമ്പാകെ പ്രസൻറ്റ് ചെയ്യാനുള്ള പെർമിഷൻ എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഗ്രാൻഡഡ്, പ്രൊസീഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഹർഷൻ തിരിച്ചു ചെന്നിട്ട് ആദർശനോട് ഇങ്ങനെ തല കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് എഴുന്നേറ്റു. ആദർശ് നേരെ ചെന്ന് നമ്മുടെ പ്രതിക്കൂട്ടിലേക്ക് കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ശേഖരൻ പുറത്തു നിൽപ്പുണ്ട്. ഇതെന്തായി, ഇനിയിപ്പോൾ ശ്യാമ പുറത്തിറങ്ങോ എന്നറിയാൻ വേണ്ടിയിട്ട് മഹാദേവൻ പറഞ്ഞു വിട്ടിരിക്കുന്നതാണ്. ഇതെല്ലാം കേട്ട് പുറത്ത് നിൽപ്പുണ്ട്. അപ്പം നേരെ ആദർശ് വന്ന് കൂട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ കോടതിയിലെ ഒരു ഉദ്യോഗസ്ഥർ എഴുന്നേറ്റ് വന്ന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കുകയാണ്. ദൈവസാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് സത്യം ചെയ്തു. അപ്പോൾ ഹർഷൻ എഴുന്നേറ്റ് വന്നു. ആദർശ്, നിങ്ങൾക്ക് അറിയാവുന്ന സത്യസന്ധമായ കാര്യങ്ങൾ മുഴുവൻ കോടതിയിൽ അറിയിക്കണം. നിങ്ങൾ അത് സത്യസന്ധമായങ്ങളും അല്ലെങ്കിൽ ശ്യാം സാർ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നോ എന്ന് ചോദിച്ചു ഹർഷൻ. അപ്പോൾ പറഞ്ഞു, ഞാൻ അംഗീകരിക്കുന്നു. അച്ഛൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യസന്ധമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഹർഷൻ അവിടെ പോയിരുന്നു. അപ്പോൾ പ്രതിഭാഗം വക്കീൽ വന്നു. നിങ്ങൾ ശ്യാമപ്രസാദിൻ്റെ മൂത്ത മകനല്ലേ? അതെ. ശ്യാമപ്രസാദ് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ധ്രുവനെ ശ്യാമപ്രസാദ് കൊന്നിട്ടില്ല, സഹായിക്കാനാണ് ശ്രമിച്ചത് എന്നാണ്. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതിന് നിങ്ങൾ ദൃക്സാക്ഷികളല്ലേ എന്ന് ചോദിച്ചു. അതെ, ഞാൻ ദൃക്സാക്ഷിയാണ് എന്ന് പറഞ്ഞു ആദർശ്. എൻ്റെ അച്ഛൻ ആരെയും കൊന്നിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞു. അയ്യോ, അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ചോദ്യങ്ങൾക്ക് മാത്രം നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി, മനസ്സിലായോ എന്ന് പറഞ്ഞു. ഈ ധ്രുവൻ്റെ മരണം നടക്കുമ്പോൾ നിങ്ങൾ അവിടെയുണ്ട്. നിങ്ങൾ അതിന് ദൃക്സാക്ഷിയുമാണ്. എന്താ, ശരിയല്ലേ? ശരി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആ മഴയത്ത് അതുപോലൊരു സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? പറയണം. അതായത് അന്നത്തെ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് കോടതിയിൽ മുൻപിൽ വിശദീകരിക്കാൻ പറ്റുമോ? അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, അന്ന് എന്തൊക്കെയാണ് നടന്നത്? എല്ലാം ഒന്നും വിട്ടുപോകാതെ കൃത്യമായി മുൻപിൽ കോടതിക്ക് മുന്നിൽ പറയാം എന്ന് പറഞ്ഞു. അന്ന് രാത്രി അച്ഛന് ധ്രുവൻ്റെ കോള് വന്നു. യാദൃശികമായിട്ട് ഞാൻ അവിടേക്ക് വന്നു. അച്ഛൻ്റെ സംസാരത്തിൽ നിന്ന് ധ്രുവനാണ് വിളിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. എന്നിട്ട് എന്താ സംഭവിച്ചത്? പിന്നീട് അതിനുശേഷം അച്ഛൻ പോലും അറിയാതെ ഞാൻ അവൻ്റെ അവിടേക്ക് ചെന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ധ്രുവനുമായിട്ട് ഫൈറ്റ് ഉണ്ടായ കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും വടിപിടി ഉണ്ടായ സംഭവങ്ങളും ഒക്കെ കോടതി മുമ്പാകെ ആദർശ് വിശദീകരിച്ച് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ധ്രുവൻ വീണത് വരെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് തന്നെയാണ് ആദർശ് പറയണത്. അപ്പോൾ ഇതൊക്കെ കേട്ട് വേണിയുടെയും കിളി പോയി. നമ്മുടെ അപ്പത്തേനും ഇപ്പുറത്തിരുന്ന ശങ്കറിൻ്റെയും പോയി. കാരണം ശേഖർ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. ഇവരൊന്നും അറിയാത്തൊരു സത്യമാണ് ഇപ്പം ഈ പറഞ്ഞിരിക്കുന്നത്. ശരി, ഇപ്പോഴും ഒരു ചോദ്യം മാത്രം ബാക്കിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു സ്ഥലത്ത് വെച്ച് സംസാരിക്കാൻ നിങ്ങളുടെ അച്ഛൻ സ്വീകരിച്ചത്? അല്ലെങ്കിൽ ആ സ്ഥലം സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ച് പകൽ സമയത്ത് നിങ്ങൾക്ക് സംസാരിക്കാമായിരുന്നല്ലോ. എന്തേ അന്നേരം ഒന്ന് സമയം കിട്ടിയില്ലേ? അപ്പോൾ ഹർഷൻ എഴുന്നേറ്റു. അപ്പം മൈലോഡ്, ധ്രുവനോട് കൂടെ അല്ലെങ്കിൽ ധ്രുവനെ പോലെ ഒരാളുടെ കൂടെ വീട്ടിലിരുന്ന് ഇങ്ങനത്തെ ഒരു കാര്യം സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലോ എന്ന് പറഞ്ഞു. എന്ത് കാര്യം? ആ കാര്യം എന്താണെന്ന് നിങ്ങളൊന്ന് വ്യക്തമായി പറയൂ. അതെന്താ പറയാത്തത്?
ലോഡ് നമ്മുടെ ശ്യാമപ്രസാദിന്റെ മകൾ ആരതിയെ നിരന്തരമായിട്ട് ധ്രുവൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു വ്യക്തിനെ വീട്ടിൽ വിളിച്ച് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ മിണ്ടാതെ നിൽക്കുക കേട്ടോ. മൈലോഡ്, ഒരു കാര്യം, എൻ്റെ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ആദർശ് വ്യക്തമായ ഒരു ഉത്തരം നൽകിയതേയില്ല. ആദർശാണ് പറയേണ്ടത്. എൻ്റെ സംശയം ഇതാണ്, അന്നത്തെ ആ രാത്രിയിൽ, നല്ല മഴയുള്ള അങ്ങനെ ഒരു രാത്രിയിൽ, ഈ ശ്യാമപ്രസാദും മകനായ ആദർശം കൂടി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ധ്രുവനെ ആ സ്ഥലത്തേക്ക് ചെല്ലണം? അവിടെ എന്തോ കണക്ക് കൂട്ടലോട് തന്നെയാണ് അച്ഛനും മകനൂടെ കാണാൻ പോയിരിക്കുന്നത്. അത് ഉറപ്പാണ്. ധ്രുവൻ എന്തിനാണ് നിങ്ങളോട് പണം ആവശ്യപ്പെട്ടത്? പറയ്. പ്രതിയായ ശ്യാമപ്രസാദ്, അതെ, കോടതിക്ക് മുമ്പാകെ എന്തോ മറച്ചു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് യുവർ ഓണർ. ധ്രുവൻ എന്തിന് ശ്യാമപ്രസാദിനെ ബ്ലാക്ക്മെയിൽ ചെയ്യണം? അത് പറഞ്ഞിട്ടില്ല, അത് ഇദ്ദേഹം പറയാൻ കൂട്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. പറയൂ ശ്യാമപ്രസാദ്, നിങ്ങൾ പറയോ, എന്തിനാണ് ധ്രുവൻ നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്തത്? അത് ഞങ്ങളോട് തുറന്നു പറയൂ. ശ്യാമ ഗൗരിയെ നോക്കും, ആകെ നന്ദിനിയും മുത്തശ്ശിയൊക്കെ നോക്കുകയാണ് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം മൈലോഡ്, ദൃക്സാക്ഷിയായി കോടതിക്ക് മുൻപാകെ പ്രസൻറ്റ് ചെയ്ത ആദർശ് പറയുന്ന കാര്യങ്ങൾക്ക് 1% ഒരു സത്യമില്ല. അത് അച്ഛനും മകനും പറയുന്നത് 100% കള്ളത്തരങ്ങളാണ്. പ്രതിയായ ശ്യാമപ്രസാദ് എന്തോ ഒളിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇയാൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ കേസിലെ യഥാർത്ഥ പ്രതിയെ തന്നെയാണ് യുവർ ഓണർ. അവൻ്റെ കൊലപാതകം സ്വയം ഏറ്റെടുത്ത് പോലീസ് കീഴടങ്ങിയ ആളാണ് ഈ ശ്യാമപ്രസാദ്. പോലീസ് എൻക്വയറി ഉണ്ടാവുകയോ പോലീസ് പ്രതിയെ കണ്ടെത്തുകയോ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് തന്നെ അദ്ദേഹം കൺഫസ് ചെയ്ത് കോടതിയിൽ അല്ലെങ്കിൽ പോലീസിൽ കീഴടങ്ങി. പ്രതിയുടെ ആ പ്രവൃത്തി സംശയിക്കത്തക്കത് തന്നെയാണ് യുവർ ഓണർ. എന്തുകൊണ്ട്? എന്തൊക്കെയോ മറച്ചു വയ്ക്കാൻ വേണ്ടി തന്നെയാണ് ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദർശമുണ്ടോ നിൽക്കണം കേട്ടോ. അപ്പോൾ സംശയം ശരിയാണെങ്കിൽ ഇയാൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇയാളുടെ മകൻ ആദർശിനെ തന്നെയാണ് യുവർ ഓണർ. മിക്കവാറും ധ്രുവനെ കൊലപ്പെടുത്തിയത് എൻ്റെ സംശയം വച്ചാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ കേസിലെ യഥാർത്ഥ പ്രതി ശ്യാമപ്രസാദ് അല്ല, ഇയാളുടെ മകൻ ആദർശാണ്. എല്ലാവരും ഒന്ന് ഞെട്ടി. സാക്ഷിയായ ആള് പ്രതിയായി എന്ന് ഓർത്തിട്ട് കേട്ടോ. ആദർശിൻ്റെ കൈകൊണ്ട് തന്നെയാണ് ധ്രുവൻ കൊല്ലപ്പെട്ടത് എന്ന് ഞാൻ സംശയിക്കുന്നു യുവർ ഓണർ. അതാണ് സത്യവും. സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്യാമപ്രസാദ് ഈ കുറ്റം ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് യുവർ ഓണർ. എൻ്റെ മകൻ ആരെയും കൊന്നിട്ടില്ല യുവർ ഓണർ. ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ നിരപരാധിയാ എന്ന് പറഞ്ഞു ശ്യാമ. അപ്പോൾ ശ്യാം സാറ് ആകെ വിഷമിച്ചു പോയി. എല്ലാം കൂടെ ആകെ കലങ്ങി മറിയുന്ന ഒരു ലക്ഷണത്തിലെത്തി. ഒബ്ജക്ഷൻ മൈലോഡ് എന്ന് പറഞ്ഞു ഹർഷൻ. അതെ, എൻ്റെ സുഹൃത്ത് ഈ കേസിനെ ആവശ്യമില്ലാത്ത രീതിയിൽ വളച്ചൊടിച്ച് കൊണ്ടുപോവുകയാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണോ അതിനെ മറച്ചു വെക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മൈലോഡ്, എന്തിനാണ് രാത്രിയിൽ അവിടെ പോയത് തെളിയിക്കേണ്ടത് എന്ന് നമ്മുടെ ഈ പ്രതിയായ ശ്യാമപ്രസാദിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇദ്ദേഹത്തിന് കഴിയില്ല. മിസ്റ്റർ ശ്യാമപ്രസാദ്, നിങ്ങൾ ആരെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്? അതാരെയാണെന്ന് ഈ കോടതിക്ക് മുൻപിൽ നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. ആകെ വെട്ടി വിയർത്തിങ്ങനെ നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായിപ്പോയി നമ്മുടെ ശ്യാം സാറ്. നിങ്ങൾക്ക് ആരെയാണ് രക്ഷിക്കേണ്ടത്? അപ്പോൾ ഗൗരിക്കാണെങ്കിൽ ആകെ സങ്കടമായി. അപ്പോൾ ഗൗരി ഇടയ്ക്കൊന്ന് നോക്കും, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ജഡ്ജി പറഞ്ഞു, മിസ്റ്റർ ശ്യാമപ്രസാദ്, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ധൈര്യപൂർവ്വം ഈ കോടതിക്ക് മുൻപാകെ നിങ്ങൾക്ക് തുറന്നു പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ മിണ്ടാതെ നിന്ന് കുറേ നേരം. അപ്പോൾ ഇങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശങ്കർ നമ്മുടെ ഗൗരിയോട് പറയുകയാണ്, ഗൗരി, നമ്മുടെ ശ്യാം സാറ് എന്താ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കണത്? അപ്പോൾ ഇതിലൊക്കെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടല്ലോ. അതെന്തായിരിക്കും കാരണം? ആ ധ്രുവനെ പടാക്കിയത് നമ്മുടെ അളിയൻസലാണോ? എനിക്ക് നല്ല ഡൗട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ഗൗരിയോട്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചിട്ട് മിണ്ടാതെ നിൽക്കുകയാണ്. മൈലോഡ്, യഥാർത്ഥ സത്യം എന്താണോ കോടതിക്ക് മുൻപിൽ വെളിപ്പെടുത്താൻ ശ്യാമപ്രസാദിന് താല്പര്യമില്ല. അതറിഞ്ഞാൽ മാത്രമേ ഈ കേസിൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്നും അത് പുറത്തു കൊണ്ടുവരാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ശ്യാമപ്രസാദിൻ്റെ ഈ മൗനത്തിൽ നിന്ന് ഒരു കാര്യം ഉറപ്പിക്കാം, ധ്രുവനെ കൊന്നത് ഒന്നുകിൽ ശ്യാമപ്രസാദാണ്, അല്ലെങ്കിൽ അയാളുടെ മകൻ ആദർശാണ്. അതിൽ സത്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് അവസരം കൊടുത്തിട്ടും അദ്ദേഹം നിശബ്ദനാവുന്നത് അദ്ദേഹം മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ശ്യാമപ്രസാദും അദ്ദേഹത്തിൻ്റെ മകനും കൂടി ധ്രുവൻ എന്ന ചെറുപ്പക്കാരനെ നിഷ്ഠൂരമായിട്ട് കൊന്നുകളയുകയായിരുന്നു. അതാണ് സത്യം എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം ഗൗരിയുടെ സകല സമനിലയും തെറ്റിയിട്ടോ. അപ്പോൾ ഗൗരി വേഗം ചാടി എഴുന്നേറ്റോ.
ബഹുമാനപ്പെട്ട കോടതി എന്ന് പറഞ്ഞു. അപ്പോൾ ശ്യാമൊന്ന് ഞെട്ടിത്തരിച്ചു പോയി. അപ്പോൾ ആ ദൃശ്യം ഞെട്ടിപ്പോയി കേട്ടോ. കാരണം ഇനി ഗൗരിയുടെ കാര്യം പറഞ്ഞാൽ ഗൗരി പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നോർത്തിട്ടാ. എൻ്റെ അച്ഛൻ്റെ മൗനത്തിന് പിന്നിലെ കാരണം വെളിപ്പെടുത്താൻ കോടതി എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കോടതിയുടെ മുന്നാകെ ഒരു അപേക്ഷയായിട്ട് ഗൗരി എത്തിയിരിക്കുകയാണ്. ഗൗരി, നീ എന്തൊക്കെ പറയണത് എന്ന് ചോദിച്ചു ശങ്കർ. നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വിറ്റ്നസ് ബോക്സിൽ വന്നതെന്ന് പറയാം എന്ന് ജഡ്ജി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നേരെ ഗൗരി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പം ഗൗരിയെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിക്കുകയാണ്. ദൈവസാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്ന് ഗൗരിയും സത്യപ്രതിജ്ഞ ചെയ്തു. എന്നിട്ട് അദ്ദേഹം അങ്ങ് മാറിയിരുന്നു. എൻ്റെ പേര് ഗൗരി, ഞാൻ പ്രൊഫസർ ശ്യാമപ്രസാദിൻ്റെ മകളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി അദ്ദേഹത്തെ സ്വന്തം പരിചയപ്പെടുത്തി. അതിനുശേഷം പറയണം, ഈ കേസിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ കോടതിയോട് എനിക്ക് പറയാനുണ്ട്. അപ്പം മരിച്ചതിൻ്റെ അല്ലെങ്കിൽ ആ മൗനത്തിന് പിന്നിലെ കാരണം നിങ്ങൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണെങ്കിലും ഈ കോടതിക്ക് മുൻപിൽ പറയൂ എന്ന് പറഞ്ഞു പ്രോസിക്യൂഷൻ. അപ്പോൾ ഇങ്ങനെ മിണ്ടാതെ നിന്ന് കുറച്ച് നേരം നിന്നിട്ട് അപ്പോൾ ഗൗരി വീണ്ടും പറയണം, ധ്രുവൻ എൻ്റെ അച്ഛനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് തന്നെ ഗൗരി ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഹർഷനം കേട്ടോണ്ട് നിൽക്കുക. അച്ഛനോട് അയാൾ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ആ രാത്രിയിൽ പണവുമായി അവിടേക്ക് വരാനായിട്ട് ധ്രുവനാണ് പറഞ്ഞത്. അതനുസരിച്ചാണ് അച്ഛൻ അവിടേക്ക് പോയത് എന്ന് പറഞ്ഞു ഗൗരി. അപ്പം ഇതെല്ലാം കേട്ട് ശേഖറും അപ്പുറത്ത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ധ്രുവൻ വാശി പിടിച്ചത് കൊണ്ടാണ് നമ്മുടെ ശ്യാമപ്രസാദ് നിർബന്ധമായിട്ട് മഴയുള്ള രാത്രിയിൽ ധ്രുവനെ കാണാൻ അങ്ങോട്ടേക്ക് പോയത്. അതല്ലേ നിങ്ങൾ പറയണത്? അതെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, എന്തിനാണ് ധ്രുവൻ നിങ്ങളുടെ അച്ഛനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് സത്യസന്ധമായി നിങ്ങൾ പറയേണ്ടത്. എൻ്റെ ചോദ്യം മനസ്സിലായില്ല എന്നുണ്ടോ? എന്ത് കാരണം പറഞ്ഞാണ് നിങ്ങളുടെ അച്ഛനെ ധ്രുവൻ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോഴും നിങ്ങൾക്ക് വ്യക്തമായില്ല എന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി ഇങ്ങനെ പരസ്പരം എല്ലാവരുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഒരാൾ ബ്ലാക്ക്മെയിൽ ചെയ്യണമെങ്കിൽ മറ്റൊരാൾ ഭയക്കുന്ന ഒരു കാരണം ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്ത് കാരണമാണ് നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായത്? അതാണ് എൻ്റെ ചോദ്യം. ശങ്കറിൻ്റെ മുഖത്തേക്ക് ഗൗരി ഒന്ന് നോക്കിയിട്ടോ. ശങ്കറിനോട് പലതവണ ശ്രമിച്ചെങ്കിലും പക്ഷെ ശങ്കർ സമ്മതിച്ചതേ ഉണ്ടായിരുന്നില്ല. അവസാനം ഗതികെട്ട് ഗൗരി കോടതി മുമ്പാകെ ഇങ്ങനെ പറയുകയാണ്, ധ്രുവൻ എന്നെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ശങ്കറാണ് ഏറ്റവും അധികം ഷോക്കായി പോയത്. ശങ്കർ പ്രതികരിക്കണോ സ്റ്റക്കായി ഇങ്ങനെ മരം പോലെ ഇരിക്കുകയാണ്. ശങ്കറിൻ്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ പിന്നെ വേണി അത് കേട്ടോ. വേണിയും ഇതൊന്നും അറിഞ്ഞ ആളേ അല്ല. അപ്പോൾ അപ്പുറത്ത് നിന്ന് ശേഖരനും ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ധ്രുവൻ നിങ്ങളെ കിഡ്നാപ്പ് ചെയ്തോന്ന് അല്ലേ? ആഹാ, കൊള്ളാം, ഇത് നല്ല പുതിയ കഥയാണല്ലോ. ഇത് കഥയല്ല, ഇത് നടന്ന കാര്യമാണ് എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം യുവറോണ എന്ന് പറഞ്ഞ ഗൗരി നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നെ കോടതി മുമ്പാകെ പറയുകയാണ്. അപ്പം അന്ന് ഒരു ദിവസം ധ്രുവൻ വന്നതും ധ്രുവൻ തന്നെ വണ്ടിയിൽ മുഖത്ത് മാസ്ക് ഒക്കെ ധരിച്ചാണ് വന്നതെന്നും അവിടെ നിന്ന് വണ്ടിയിൽ തട്ടിക്കൊണ്ടു പോയി എന്നും ഉള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ഗൗരി പറയണം. അയാൾക്ക് 10 ലക്ഷം നൽകിയില്ലെങ്കിൽ എന്നെ തട്ടിക്കൊണ്ടു പോയ കാര്യം എൻ്റെ ഭർത്താവിനെയും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരെ അറിയിക്കുമെന്നും എൻ്റെ കുടുംബജീവിതം തകർക്കുമെന്നും അയാൾ പലതവണ ഭീഷണിപ്പെടുത്തി. ഇത് മാത്രമാണോ കാരണം എന്ന് ചോദിച്ചു. ധ്രുവൻ നിങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്ന കാര്യം നിങ്ങളുടെ ഭർത്താവോ അവരുടെ വീട്ടുകാരോ അറിഞ്ഞാൽ എന്താ പ്രശ്നം? അതിനെന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പം ഗൗരിക്ക് മിണ്ടാൻ വാക്കുകളില്ല. അവരറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചോ? അതായിരുന്നു അടുത്തത് ബാക്കിയല്ല ചോദ്യം. എൻ്റെ പൊന്നോ, ശരിക്കും പറഞ്ഞാൽ ഉരുകിയിരിക്കുവാണ് നമ്മുടെ ശങ്കർ. അതാണോ നിങ്ങളുടെ അച്ഛനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത്? പറയൂ, നിങ്ങളെന്താ പ്രതികരിക്കാത്തത്? നിങ്ങളെന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്? മറ്റാരും ഒരിക്കലും അറിയരുത് എന്ന് നിങ്ങളുടെ അച്ഛൻ ആഗ്രഹിച്ച ആ ഇൻസിഡൻറ്റ് അതെന്തായിരുന്നു? അതെന്തായാലും തുറന്നു പറയൂ ഗൗരി. എൻ്റെയും ശങ്കറിൻ്റെയും കല്യാണം നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അവരെന്നെ തട്ടിക്കൊണ്ടു പോയത്. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങളുടെ കല്യാണത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ധ്രുവൻ നിങ്ങളെ തട്ടിക്കൊണ്ടു പോയത്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്തരം ഒരു ട്രാജഡി ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന പോകുന്ന ആളോ അയാളുടെ വീട്ടുകാരോ അറിഞ്ഞാൽ മാക്സിമം സംഭവിക്കാൻ പോകുന്നത് ആ വിവാഹത്തിൽ നിന്ന് അവരൊഴിഞ്ഞു മാറും. അത്രയ്ക്കല്ലേ സംഭവിക്കുള്ളൂ. എന്തുകൊണ്ട് നിങ്ങൾ ഈ ഭർത്താവിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും മറച്ചു വെച്ചോ? അങ്ങനെ ഭർത്താവിൽ നിന്ന് ഈ കാര്യം മറച്ചു വെക്കണമെങ്കിൽ ഇയാൾ നിങ്ങൾ തട്ടിക്കൊണ്ടു പോവുക മാത്രമായില്ല ചെയ്തത്, അവിടെ മറ്റെന്തോ കൂടി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറഞ്ഞു.
അപ്പം ആകെപ്പെട്ട് കോടതിയിൽ നാണം കെട്ട് ചമ്മി തൊലി ഉരിഞ്ഞ് നിൽക്കുകയാണ് ശ്യാം സാറും കുടുംബവും. അപ്പം ഇതിനു വേണ്ടിയിട്ടാണ് ശ്യാം ഇത്രയും അധികം കഷ്ടപ്പെട്ടത്. ഇങ്ങനൊരു ചോദ്യം കോടതിയിൽ ഉണ്ടാവുമെന്നും കോടതി മുമ്പാകെ സത്യം പറയേണ്ടി വരുമെന്നും ശ്യാം സാറിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ശ്യാം സാറ് ഏറ്റവും അധികം ഒളിച്ചു വെച്ച് കുറ്റമെല്ലാം ഏറ്റെടുത്തത്. പക്ഷേങ്കിൽ ഗൗരിക്ക് ഏറ്റവും നിർബന്ധമായിരുന്നു. അപ്പോൾ ഇതോടെ ശങ്കറിൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയാണ്. ശങ്കർ ഇങ്ങനെ എന്താ പറയുക, മരപ്പാവയെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയൂ എന്ന് പ്രതിജ്ഞ എടുത്ത ആളാണ് നിങ്ങൾ. കോടതിയോട് ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. ധ്രുവൻ നിങ്ങളെ തട്ടിക്കൊണ്ട് പോയ ശേഷം എന്താ സംഭവിച്ചത്? അതാണ് എൻ്റെ ചോദ്യം. അപ്പം ഗൗരി ഇങ്ങനെ കുറച്ചു നേരം നിന്നു. ഞാൻ പറയാം. ധ്രുവൻ എന്നെ തട്ടിക്കൊണ്ടുപോയി. ഒരു രാത്രി മുഴുവൻ എന്നെ ഒരു സ്ഥലത്ത് എന്നെ പൂട്ടിയിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കർ തല കുനിഞ്ഞു പോയിട്ടോ. അപ്പോൾ ശങ്കർ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുകയാണ്. ഒരു രാത്രി പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ പൂട്ടിയിട്ടിരുന്ന റൂമിൻ്റെ ഒരു വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞു. എന്നിട്ട് ശങ്കറിനെ ഒന്ന് നോക്കി. അപ്പോൾ ശങ്കറിന് ഒരു പ്രതികരണവും ഇല്ല. ശങ്കർ ഇങ്ങനെ പരസ്പര ബോധമില്ലാത്ത പോലെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു രാത്രി മുഴുവൻ നിങ്ങൾ രണ്ടുപേരും ഒപ്പമായിരുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. അല്ല, ധ്രുവൻ്റെ സങ്കേതത്തിലായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ. ഒരു ദിവസം മുഴുവൻ അയാളുടെ സങ്കേതത്തിൽ നിങ്ങൾ അയാൾക്കൊപ്പം ഉണ്ടായിരുന്നു നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ്? അതെ എന്ന് പറഞ്ഞു ഗൗരി. പിന്നെ ശങ്കറിൻ്റെ കാര്യം ഒന്നും പറയണ്ട. ശങ്കറും ശ്യാം സാറും എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. ആദർശം അതെ കേട്ടോ. ഇത്രയും ദിവസം ആദർശം അച്ഛനും എല്ലാം ശ്രമിച്ചത് ഗൗരിയുടെ ജീവിതത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നടിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ ശേഖരന് ഭയങ്കര ഹാപ്പിയായി. ശേഖരൻ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മഹാദേവൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ മഹാദേവൻ ഫോൺ എടുത്തു. എടാ ശേഖര, ഇന്നല്ലേ ആ കോടതിയിൽ വാദം നടക്കുന്ന ദിവസമല്ലേ? എന്നിട്ട് പറയടാ, ആ പ്രൊഫസറുടെ കാര്യം എന്തുട്ടായടാ? നീ വല്ലതും അറിഞ്ഞോ? അച്ഛൻ്റെ മരുമോളില്ലേ, നമ്മൾ വിചാരിക്കണ ആളെയല്ലോ എന്ന് പറഞ്ഞു. അതെന്തുട്ടാടാ അങ്ങനൊരു വർത്തമാനം? എന്താടാ ശേഖര, നീ എന്താ അങ്ങനെ പറഞ്ഞത്? എടാ കാര്യം തെളിച്ച് പറയടാ. നീ വെറുതെ സസ്പെൻസ് ഒന്നും കളിക്കാതെ ഉള്ള കാര്യം പറയടാ. അതെ, അവളില്ലേ ആ പ്രൊഫസറുടെ മോള്, അച്ഛൻ്റെ കുട്ടിശേഖരനെ ഇത്രയും നാള് നല്ല നൈസായിട്ട് ചീറ്റ് ചെയ്യായിരുന്നു കേട്ടോ. നീ എന്താ പറഞ്ഞത്? അല്ല, അച്ഛൻ്റെ കുട്ടിശങ്കരനെ അവൾ ചതിക്കായിരുന്നു എന്ന് മനസ്സിലായോ അച്ഛന് എന്ന് ചോദിച്ചു. ഗൗരി, നമ്മുടെ കുട്ടിശങ്കരനെ ചതിച്ചു എന്നോ? അതെ അച്ഛാ. എടാ വാഷ് ഔട്ട് മസിൽ മോനെ, നീ ഉള്ള കാര്യം ഉള്ളതുപോലെ പറ. മനുഷ്യനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കരുത്. എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞേടാ. അച്ഛൻ വെറുതെ ഇങ്ങനെ വെകിളി കൂട്ടല്ലേ, ഞാൻ പറയാന്നേ. അപ്പോൾ കോടതിയിൽ നടന്ന സംഭവങ്ങൾ മുഴുവൻ ശേഖരൻ മഹാദേവൻ്റെ ചെവിയിലേക്ക് എത്തിക്കുകയാണ്. ഇത് കേട്ട് മഹാദേവൻ്റെ കിളി പോയി എന്ന് പറയുന്നതായിരിക്കും ശരി. മഹാദേവൻ നാണംകേട് എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കണം. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ സമയത്ത് നമ്മുടെ ശങ്കർ ആകെ അപ്സെറ്റായി, എന്താ പറയുക, മരവിച്ച മനസ്സായിട്ട് കോടതിയിൽ നിന്ന് എഴുന്നേറ്റു കേട്ടോ. എന്നിട്ട് നമ്മുടെ ശങ്കർ ആരോടൊന്നും മിണ്ടിയില്ല. എഴുന്നേറ്റ് പരസ്പരം പോലും നോക്കാതെ, എന്താ പറയുക, വെളിവ് കെട്ടൊരു മനുഷ്യൻ നടക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ ശങ്കർ നേരെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ്. അപ്പോൾ ഈ കോടതിയിലുള്ള എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചു. നന്ദിനിയമ്മയും മുത്തശ്ശിയും ഒക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ശങ്കറിൻ്റെ പോക്ക് കണ്ടപ്പോഴത്തേനും എല്ലാവർക്കും വളരെ സങ്കടമായി. അപ്പോൾ ഗൗരിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനിയുള്ള പ്രതികരണം എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ടെത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.